ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പഴമൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പൂരിയും അതിൻ്റെ കൂടെ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ കുറുമയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പൂരിയുടെ മാവ് കുഴച്ച് വയ്ക്കാം. അപ്പോൾ സാധാരണ പൂരി മാവ് പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനായിട്ട് ദേ ഒരു ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാളയംകോടനാണ്. ഞാലിപ്പൂവനായാലും മതി, പക്ഷെ നല്ല പഴുത്ത പഴമായിരിക്കണം. അപ്പോൾ അഥവാ നിങ്ങളിപ്പോൾ ഈ റോബസ്റ്റ പോലെയുള്ള പഴമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ. ഒരുപാട് പഴത്തിൻ്റെ ചുവയായി കഴിഞ്ഞാൽ അത്ര എല്ലാവർക്കും അത് ഇഷ്ടാവത്തില്ല. ഒരു കുഞ്ഞു പഴം എടുക്കാനായിട്ട് നോക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട്, അല്ലെങ്കിൽ സ്പൂണോ വിസ്കോ അല്ലെങ്കിൽ ഇതുപോലെ കൈവച്ച് നല്ലോണം ഉടച്ചാൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തൈര് ഒഴിക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, തോരനൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകമാണ്, പെരുംജീരകമല്ല. അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ തൈരും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ആകുമ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ പതഞ്ഞു വരും. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ഇതിനകത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുക. ഇത് ഫുള്ള് ഗോതമ്പ് പൊടി മാത്രം. ഇപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ 1/2 കപ്പ് മൈദ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനത് സാധാരണ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഉണ്ടാക്കാറുള്ളത്. മൈദ മാത്രമാകുമ്പം അത്ര ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് മൈദ ചേർത്ത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സാധാരണ പൂരി പോലെയല്ല, ഉള്ളിലൊക്കെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ടൈപ്പ് പൂരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം മൈദയും കൂടി ചേർത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഇത് പച്ചവെള്ളം ഒഴിച്ചാണ് കുഴക്കുന്നത്, ചൂടുവെള്ളം വേണ്ട. അതുപോലെ സാധാരണ പൂരിയുടെ മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം മാവ് നല്ലോണം കുഴച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ദേ മാവ് ഞാനൊരു 2 മിനിറ്റോളം നന്നായി കുഴച്ച് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരുവെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ പൂരിയുടെ മാവിനേക്കാളും ഒരല്പം കൂടി സോഫ്റ്റ് ആയിരിക്കണം, ഒരുപാട് സോഫ്റ്റായി പോകണ്ട. ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ, ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനാണെങ്കിൽ തലേദിവസം രാത്രിയിൽ കുഴച്ച് വയ്ക്കുക. അതല്ല വൈകിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ കുഴച്ച് വയ്ക്കുക. പിന്നെ നമുക്കിത് അടച്ച് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനൊരു 8 മണിക്കൂർ വെക്കുന്നുണ്ടേ. അടുത്ത നമുക്ക് ഒരു കുറുമ ഉണ്ടാക്കാം. അപ്പോൾ ഒരു കുക്കറിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. എണ്ണ ചൂടാകുമ്പം ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഗ്രാമ്പു, 3-4 ഏലക്ക ഇട്ടു. ഇതിനകത്തേക്ക് ഒരു വലിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത്, ചെറുതാണെങ്കിൽ 2 എടുക്കാം. 2-3 പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇടണേ. പിന്നെ ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നല്ലോണം ഒന്ന് വാടിയാൽ മതി, നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല. പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് മാറും വേണം. സവാള വാടിക്കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 അല്ലെങ്കിൽ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ചപ്പൊന്ന് മാറിയാൽ മതി. ഈ പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിക്കുള്ളത്. അപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു പിടി ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, അതും എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ചേർക്കാം, ക്യാപ്സിക്കം, ബീൻസ്, നീളം ബീൻസ് ഉണ്ടല്ലോ, അങ്ങനെ ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുക്കറിൽ വെക്കുന്നതായതുകൊണ്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ല, കാരണം പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഈ പച്ചക്കറികളുടെ മുകളിൽ നിൽക്കുന്ന അളവിൽ മാത്രം വെള്ളം ഒഴിക്കുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കറി ഒത്തിരി അങ്ങ് ലൂസായി പോകും. അപ്പോൾ കുറച്ച് നല്ല കുറുകിയിരിക്കുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി. കറക്റ്റ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിന് മാത്രം വെള്ളം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം.
ലാസ്റ്റ് കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഇടാവേ. ഞാൻ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. രണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടി വെക്കാം. അത് കഴിഞ്ഞ് തീ കുറച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 3 അല്ലെങ്കിൽ 4 വിസിൽ വേവിച്ചാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിന്റെ പ്രഷർ ഫുള്ള് പോയിട്ട് തുറക്കുമ്പോൾ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പൂരിയുടെ മാവ് കുഴച്ച് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. അതിന് മുന്നേ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കുറേ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തി ഫ്രൈ ചെയ്യണം. ഇത് പരത്താനായിട്ട് മൈദമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താൽ മതി കേട്ടോ. എണ്ണ ഉപയോഗിച്ച് പരത്തരുത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, സാധാരണ പൂരിമാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. അപ്പോൾ എണ്ണയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് പരത്താം. പിന്നെ ചെറിയ പൂരിയായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. സാധാരണ പൂരി പോലെ തന്നെ കുറച്ച് കട്ടിക്ക് പരത്തണം. ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം. കറക്റ്റ് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും പാത്രം അങ്ങനെ വെച്ച് കട്ട് ചെയ്ത് വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു കട്ടിക്ക് പരത്തിയെടുത്തു. ഇനി എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പരത്തുന്നതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ എല്ലാം പരത്തി വെച്ചിട്ട് ഒരുമിച്ച് ചെയ്യരുത്. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തമ്മിലൊക്കെ ചിലപ്പോൾ ഒട്ടി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതേ ഇതുപോലെ സാധാരണ പൂരി പോലെ തന്നെ ഇട്ട് കഴിയുമ്പോൾ നല്ലോണം പൊങ്ങി വരും. ഇത് തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് കുറച്ച് നല്ല ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ പൂരി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു കളർ കണ്ടോ, ഇതാണ് കറക്റ്റ് കേട്ടോ. നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി പൂരിയും പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മാവ് വെച്ചിട്ട് ഏകദേശം 10 അല്ലെങ്കിൽ 11 പൂരി ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ സൈസിലുള്ള പൂരിയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയേക്കാളും നല്ല വ്യത്യാസമുള്ളൊരു ടേസ്റ്റാണ്. പഴത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കത്തില്ല. ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ആ ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ ശരിക്കും നല്ല രുചിയാണ്. പിന്നെ പൂരിക്കുള്ള വെജിറ്റബിൾ കുറുമയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആ പച്ചക്കറികളൊക്കെ പാകത്തിന് വെന്തു, ഒരുപാട് ലൂസായിട്ടില്ല, നല്ല കുറുകിയിട്ട് തന്നെയാണ് ഉള്ളത്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് ഈ പൂരിയുടെ കൂടെ കഴിക്കാൻ അധികം എരിവൊന്നും ഇല്ലാത്ത കുറച്ച് മൈൽഡായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പൂരിക്ക് മാത്രമല്ല, അപ്പം, ചപ്പാത്തി, ഇടിയപ്പം അതിൻ്റെയൊക്കെ കൂടെയും നല്ലൊരു സൈഡ് ഡിഷാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്നതാണല്ലോ. അപ്പോൾ എല്ലാം റെഡിയായി, നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ആ മാവ് കുഴച്ച് വെക്കുന്ന ഒരു സമയം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.